ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കോടതി വഴി പൂട്ടിക്കെട്ടാനുള്ള നീക്കം ബി.ജെ.പി. തുടങ്ങിയിട്ട് വർഷം കുറെ കഴിഞ്ഞിരിക്കുന്നു. വിവാദ മോദി പരാമർശത്തിന് പിന്നാലെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്ന് അയോഗ്യത കൽപ്പിക്കപ്പെട്ട് പാർലമെന്റിന് പുറത്തു പോകേണ്ടി വന്ന അവസ്ഥയും രാഹുൽ ഗാന്ധിക്കുണ്ടായി. സുപ്രീം കോടതി വഴി നടത്തിയ നിയമയുദ്ധമാണ് ഇവിടെ രാഹുലിന്റെ രക്ഷയ്ക്കെത്തിയത്. പൂർവാധികം ശക്തനായി മടങ്ങിയെത്തിയ രാഹുൽ ഗാന്ധി പിന്നീട് ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ പദവി അലങ്കരിച്ചതും ചരിത്രമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും വലിയ തിരിച്ചുവരവായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും നിയമത്തിന്റെ നൂലാമാലകൾ വഴി രാഹുൽ ഗാന്ധിയെ തീർക്കാനാണ് ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നത്. എന്നാൽ രാജ്യത്തെ പരമോന്നത നീതിപീഠം കാവലായി നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ രോമത്തിൽ തൊടാൻ പോലും ബി.ജെ.പിക്ക് സാധിക്കില്ല. കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത മാനനഷ്ട കേസിൽ വീണ്ടും മറ്റൊരു അയോഗ്യതയിലൂടെ രാഹുലിനെ പൂട്ടാനുള്ള നീക്കമാണ് ബി.ജെ.പി. നടത്തിയത്. ആ നീക്കവും ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുന്നിൽ തലയടിച്ച് വീണിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരായ മാനനഷ്ട കേസ് നടപടികൾക്ക് സ്റ്റേ നൽകിയ സുപ്രീം കോടതി അതിലൂടെ വലിയ താക്കീതാണ് നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ ജാർഖണ്ഡ് കോടതിയിൽ നൽകിയ മാനനഷ്ട നടപടികളാണ് സുപ്രീം കോടതി നിർത്തിവെച്ചത്. 2018 അന്നത്തെ ബി.ജെ.പി. അധ്യക്ഷനായിരുന്ന അമിത്ഷായെ കൊലക്കേസ് പ്രതിയെന്ന് പരാമർശിച്ചതിലാണ് കേസെടുത്തത്. ആ നിയമ നടപടികളാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ജാർഖണ്ഡ് സർക്കാരിനും പരാതിക്കാരനായ ബി.ജെ.പി. നേതാവ് നവീൻ തായ്ക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്റ്റേ അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി വിഷയത്തിൽ കൂടുതൽ പരിശോധന ആവശ്യമാണെന്നാണ് പറഞ്ഞത്. പരാതിക്കാരനോട് പ്രതികരണം രേഖപ്പെടുത്താൻ നിർദ്ദേശിക്കുകയും കേസ് വിശദമായി പരിശോധിക്കുന്നതുവരെ എല്ലാ വിചാരണ നടപടികളും നിർത്തിവെക്കാനും സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. മാനനഷ്ട കേസ് റദ്ദാക്കാനുള്ള തന്റെ അപേക്ഷ തള്ളിയ 2024 ഫെബ്രുവരിയിലെ ജാർഖണ്ഡ് ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചത്. തന്റെ പ്രസ്താവനകൾ രാഷ്ട്രീയ സ്വഭാവമുള്ളതാണെന്നും അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതല്ലെന്നും രാഹുൽ വാദിച്ചു. ഈ വാദമാണ് ഇപ്പോൾ തത്വത്തിൽ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ അമിത്ഷായുടെ സൽപ്പേരിന് കളങ്കം വരുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പരാതിക്കാരനായ നവീൻ താ ആരോപിച്ചതോടെയാണ് മാനനഷ്ട കേസിന് തുടക്കമായത്.